യുവസമൂഹങ്ങളുമായി സംവദിക്കാനുള്ള ഭാഷ കയ്യിലുള്ള സതീശനാവണം എന്ന് പറയുന്നത്. കാരണം കേരളം എനിക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ആ അർത്ഥത്തിൽ പുതിയ വീക്ഷണങ്ങളുള്ള ഒരാൾ ആവണം എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഒന്ന്, വാഴക്കൊല എന്ന ഇതിലെ പോലെയാണ്. വാഴക്കൊല ഉണ്ടാക്കാൻ ഒരാൾ അവസാനം വെട്ടാൻ വരുമ്പോൾ, കൊല മൂത്ത് കഴിയുമ്പോൾ വെട്ടാൻ വരുന്ന വേറൊരാൾ എന്ന് പറയുന്ന രീതി വേണ്ട. 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടി വരും കേരളത്തിൽ എന്നുള്ളതാണ്. എന്തിനാണ് ജനങ്ങളുടെ മേൽ ഒരു 2 ഉപതെരഞ്ഞെടുപ്പുകൾ കെട്ടിയേൽപ്പിക്കുന്നത്? BJPക്ക് ജയിക്കാനുള്ള ഒരു വഴി കൂടി അവിടെ ഒരുക്കുന്നു എന്നൊരു പ്രതിസന്ധിയും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കുണ്ട്. അടുത്ത കേരള മുഖ്യമന്ത്രി ആര്, അഥവാ UDFനെ കേരളത്തെ ഇനി നയിക്കാൻ പോകുന്നത് ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിൽ അത് സംബന്ധിച്ച കൂടിയാലോചനകൾ, ഹിതപരിശോധനകളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു തുറന്ന കത്ത് രാഹുൽ ഗാന്ധിക്ക് അയച്ചിരിക്കുന്നത്. എന്ത് പശ്ചാത്തലത്തിലാണ്? അത് VD സതീശനെ പിന്തുണയ്ക്കുന്ന കത്താണ്, തുറന്ന കത്തായിട്ട് തന്നെയാണ് അയച്ചിരിക്കുന്നത്. ഒപ്പം അതിനു കൂടി നേതൃത്വം നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ശ്രീ CR നീലകണ്ഠൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ അടുത്ത UDF സർക്കാരിനെ നയിക്കേണ്ടത് VD സതീശനാണ്, അടുത്ത മുഖ്യമന്ത്രിയാകേണ്ടത് VD സതീശനാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു റെപ്രസെൻറ്റേഷൻ, അങ്ങനെ ഒരു തുറന്ന കത്ത് എഴുതേണ്ട സാഹചര്യം എന്താണ്? ആ കത്തിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി എന്താണ് എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി ഒരുപക്ഷെ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ 2001 കൂടുതൽ വിധി വരുന്നു. കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാകുന്നു. കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാർ മാറണമെന്നും UDF സർക്കാർ വരണമെന്നും പറയുന്ന ആ ജനവിധിയുടെ പിന്നിലുള്ള ഒരു വികാരമുണ്ട്. അത് കേവലം കോൺഗ്രസ്സുകാരല്ല. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്നൊന്നും ഞങ്ങൾക്ക് ആരും താല്പര്യമില്ല. ഏത് പാർട്ടി ഭരിക്കട്ടെ, ഞങ്ങളാരും ഒരു രാഷ്ട്രീയ പ്രവർത്തകരുമല്ല. പക്ഷേ ഇവിടെ കൃത്യമായൊരു കാര്യമുണ്ട്. ആ ജനവിധിയുടെ വികാരം 5 കൊല്ലം ഈ ഗവൺമെൻറ്റിനെതിരെ വിരൽ ചൂണ്ടി സമരം ചെയ്ത, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ, എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും വിജയിപ്പിച്ച ജനകീയ സമരങ്ങളോട്, അതാണ് ഞങ്ങൾക്കുള്ള താല്പര്യം. ജനകീയ, അത് കേരളയിലായാലും ആശയായാലും മറ്റേതായാലും ജനകീയ സമരങ്ങളോട് അനുഭവം പ്രകടിപ്പിച്ച, കാലാവസ്ഥ അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ വീക്ഷണമുള്ള, യുവസമൂഹങ്ങളുമായി സംവദിക്കാനുള്ള ഭാഷ കയ്യിലുള്ള സതീശനാവണം എന്ന് പറയുന്നത്. കാരണം കേരളം എനിക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ആ അർത്ഥത്തിൽ പുതിയ വീക്ഷണങ്ങളുള്ള ഒരാൾ ആവണം എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പല രീതികളുണ്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ കോൺഗ്രസ് ഇല്ലാതാക്കിയ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് രീതികളുണ്ട്. അതിവിടെ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ KC വേണുഗോപാൽ മോശം ഒരാളൊന്നുമല്ല. പക്ഷേ KC വേണുഗോപാൽ ഈ മത്സരത്തിലില്ല. ഞങ്ങളിതിൽ ഒപ്പിട്ട ആദ്യത്തെ ആൾ KG ശങ്കരപ്പിള്ള എന്ന കവി പറഞ്ഞൊരു ഉപമ ഞാൻ പറയാം. വാഴക്കൊല എന്ന ഇതിലെ പോലെയാണ്. വാഴക്കൊല ഉണ്ടാക്കാൻ ഒരാൾ അവസാനം വെട്ടാൻ വരുമ്പോൾ, കൊല മൂത്ത് കഴിയുമ്പോൾ വെട്ടാൻ വരുന്ന വേറൊരാൾ എന്ന് പറയുന്ന രീതി വേണ്ട. അത് ആ കത്തിൽ പറയുന്നത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൽ, അതായത് KC മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ ഇവിടുത്തെ ജനാധിപത്യ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വികാരം എന്ന് പറയുന്നത് സതീശന് അനുകൂലമായൊരു വികാരമുണ്ട് എന്നത് യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ ഇവർ MLA മാരുടെ എണ്ണം നോക്കുന്ന ഒരു പണി പറയുന്നു. MLA മാരുടെ എണ്ണം നോക്കാം, പക്ഷേ MLA മാരെ ജയിപ്പിച്ച ജനങ്ങളുടെ എണ്ണം നോക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല. ജനങ്ങൾ യഥാർത്ഥത്തിൽ ഈ MLA മാർ ഇപ്പോൾ അവർക്ക് ഒരുപക്ഷെ അവരെ സഹായിച്ചതോ സീറ്റ് കൊടുത്തതോ സാമ്പത്തികമായി പിന്തുണ കൊടുത്തതോ ഒക്കെ KC ആവാം. പക്ഷേ KC അവിടെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. KCക്കല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്. അതിൽ സതീശന് ഒരു പങ്കുണ്ട്. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്, 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടി വരും കേരളത്തിൽ എന്നുള്ളതാണ്. എന്തിനാണ് ജനങ്ങളുടെ മേൽ ഒരു 2 ഉപതെരഞ്ഞെടുപ്പുകൾ കെട്ടിയേൽപ്പിക്കുന്നത്? ഇവിടെ ആരും ഇല്ലാത്തതല്ലല്ലോ. ഇതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആളില്ലാത്ത ഘട്ടത്തിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ EK നായനാർ അങ്ങനെ വന്നിട്ടുണ്ട്, C അച്യുതമേനോൻ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഒരു പക്ഷേ അവർക്ക് ആളില്ലാത്തതായിരിക്കും. ഇവിടെ അതല്ല. ഇവിടെ കൃത്യമായും സമരം നയിച്ച ആളുകളുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്. ഞാൻ രമേശ് ചെന്നിത്തല വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ സതീശന് ഈ ഒരു അഡ്വാൻറ്റേജ്, നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ 2 ഉപതെരഞ്ഞെടുപ്പിൽ ജനം അങ്ങനെ നോക്കും. നമ്മൾ പറയുന്നത്, പയ്യന്നൂരിൽ മധുസൂദനെ തോൽപ്പിച്ച് കുഞ്ഞികൃഷ്ണനെ വിജയിപ്പിക്കാൻ നോക്കിയ CPM ഉണ്ട്, കാഡർ പാർട്ടി. അതിന് സമാനമായി ഇപ്പോൾ ഇദ്ദേഹം മത്സരിച്ചാൽ തോൽപ്പിച്ചാലോ? മാത്രമല്ല, ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് വരും, ലോക്സഭാ മണ്ഡലത്തിൽ. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ BJP വലിയൊരു ശക്തിയായിട്ട് അവിടെ നിൽക്കുക. ആ ഘട്ടത്തിൽ BJPക്ക്, പ്രത്യേകിച്ചും CPM ഒരു തകർച്ചയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ BJPക്ക് ജയിക്കാനുള്ള ഒരു വഴി കൂടി അവിടെ ഒരുക്കുന്നു എന്നൊരു പ്രതിസന്ധിയും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം MLA മാരുടെ എണ്ണം അല്ല പ്രധാനം. MLA മാരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരുപക്ഷെ സാങ്കേതികമായി ശരിയാണെങ്കിലും ജനങ്ങളുടെ പിന്തുണ സതീശനാണ് എന്ന് പറയുന്നത്. സതീശനോ KCയോ രമേശ് ചെന്നിത്തലയോ നമുക്ക് വ്യത്യാസമുള്ള ആളുകളല്ല. കോൺഗ്രസിന് തീരുമാനിക്കാം. പക്ഷേ ജനവികാരം സതീശനാണ് അനുകൂലമെന്ന് പറയുക, അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക, അത് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തുക. കാരണം ഈ ഭാരത് ജോഡോ യാത്രയിൽ ഞങ്ങളെപ്പോലുള്ളവർ പങ്കെടുത്തിട്ടുണ്ട്.
ഒരിക്കലും അതൊരു കോൺഗ്രസ്സുകാരനായിട്ടല്ല. കോൺഗ്രസിനോട് നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ BJP വിരുദ്ധ ഒരു മുന്നേറ്റം എന്ന നിലയിൽ ഒരു സിവിൽ സൊസൈറ്റി, രാഹുൽ ഗാന്ധി അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയായിട്ട് കോൺഗ്രസ്സുകാരനായിട്ടല്ല, അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ പറഞ്ഞ ഇതിൽ ഒപ്പിട്ട മിക്ക ആളുകളും പല അർത്ഥത്തിൽ പല ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിലെ സിവിൽ സമൂഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ, കാലാവസ്ഥയടക്കം, കേരളത്തിലെ പാരിസ്ഥിതിക വിഷയങ്ങൾ, കേരളത്തിലെ സാമൂഹ്യ വിഷയങ്ങൾ, ദളിത് ആദിവാസി വിഷയങ്ങൾ, ഭൂമിയുടെ വിഷയം, ഇതിലൊക്കെ ഒരു തുറന്ന മനസ്സോടുകൂടി കേൾക്കാൻ തയ്യാറുള്ള ഒരു ഭരണകൂടം ഉണ്ടാവണം. അതിനുവേണ്ടി തീർച്ചയായും ഉണ്ടാവണം. ഈ പറഞ്ഞതുപോലെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിലില്ല. അത് കോൺഗ്രസ്സിന് UDFന് ഇപ്പോൾ കിട്ടിയ വികാരത്തിന് നെഗറ്റീവാവും എന്ന് ഉറപ്പാണ്. അതാണ് ഞങ്ങൾ ദേശീയ തലത്തിൽ നയിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ, ഇവിടെ നിന്നുള്ള ജനപ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹം MP മത്സരിക്കേണ്ട തീരുമാനം എടുത്തു. പക്ഷേ അദ്ദേഹം ഇതിലേക്ക് വരുന്നത് ഇതിലെ ഡയല്യൂട്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? അത് VD സതീശൻ യഥാർത്ഥ യോഗ്യനായതുകൊണ്ട് മറ്റു കാരണങ്ങൾ പറയുന്നതാണ്? അല്ല, VD സതീശൻ യോഗ്യനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും സിവിൽ സമൂഹത്തിനില്ല. കേരളത്തിലെ ഞങ്ങൾ സാംസ്കാരിക നായകരല്ല, സിവിൽ സമൂഹ റെപ്രസെൻറ്റേറ്റീവ്സാണ്. സംസ്കാരമൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം സിവിൽ സമൂഹമാണ്. ഈ പറഞ്ഞ പരിസ്ഥിതി സംഗതികൾ, ആ വിഷയത്തിൽ ഇതുവരെ KC തൻ്റെ മെറ്റിൽ തെളിയിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. 2, KC MP മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒരു ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡിൽ ആരാ KC? അതിൽ 2ഓ 3ഓ സ്ഥാനത്ത് വരുന്ന ഒരാളാണ്. അദ്ദേഹം തന്നെ തീരുമാനിച്ചൊരു തീരുമാനം, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ജയിച്ചില്ലെങ്കിൽ ഞാൻ വരില്ല, തോറ്റാൽ എനിക്ക് ഉത്തരവാദിത്തമില്ല, ജയിച്ചാലുണ്ട്. അത് ആ നേരത്താണ് സതീശൻ പറഞ്ഞൊരു വാചകം, നിങ്ങളൊക്കെ ആവർത്തിച്ചൊരു വാചകമുണ്ട്, മിന്നുന്ന വിജയം UDFന് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു പറഞ്ഞു. അത് പ്രവർത്തകരും ജനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അതിൽ സത്യസന്ധതയുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് 102 സീറ്റ് കൊടുത്തത്. ആ സത്യസന്ധതയെ വെല്ലുവിളിക്കാൻ KC വരാൻ പാടില്ല. KCക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ 2024 29 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് KC മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അക്കാലത്ത് കോൺഗ്രസിന് വേണ്ടി അങ്ങനെ ആവാലോ, മുഖ്യമന്ത്രിയെ മാറ്റേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ KCക്ക് വരാം. ഒരു വിരോധവും നമുക്കില്ല. KC ഇവിടെ വർക്ക് ചെയ്യട്ടെ, KC ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗം എടുക്കട്ടെ. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ PACയുടെ മെമ്പറാണ്, PAC ചെയർമാനാണ്. PAC ചെയർമാൻ എന്ന് പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റാണ് പാർലമെൻറ്റിൽ. ഇദ്ദേഹത്തിനെതിരെ മുമ്പ് തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, UDF ഉന്നയിച്ച. രാജസ്ഥാനിൽ അതിൻ്റെ രാജ്യസഭാ സ്ഥാനം നഷ്ടപ്പെടുത്തിയിട്ടാണ് ലോക്സഭയിൽ മത്സരിച്ചത്. വീണ്ടും അങ്ങനെ ഒരു ചീത്തപ്പേര് KCക്ക് ഉണ്ടാവരുത്. KC അങ്ങനെ ചെയ്യില്ല എന്നാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. വളരെ നന്ദി. അതാണ് പരിസ്ഥിതി പ്രവർത്തകനും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ CR നീലകണ്ഠൻ. അദ്ദേഹം ഇത് പറയുന്നതിൻ്റെ പശ്ചാത്തലം അദ്ദേഹം ഉൾപ്പെടെ ഒരു സംഘം ആളുകൾ, സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾ ഒരു തുറന്ന കത്ത് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുകയാണ്. അതിൽ പറയുന്ന ഇതാണ്: KC തൽക്കാലം വരേണ്ടതില്ല, VD സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന അഭ്യർത്ഥന ഉൾപ്പെടുത്തുന്നതാണ് ആ കത്ത്. ആ പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കത്ത് തയ്യാറായത് എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.